നമസ്തേ. ശ്രീരാമനും ഹനുമാനുമായിട്ട് ഒരു യുദ്ധം ഉണ്ടായി. അത് എങ്ങനത്തെ യുദ്ധമാണെന്ന് കഥയിലൂടെ ഒന്ന് കേട്ടാലോ? രാമനേക്കാൾ ശക്തിയുണ്ട് രാമനാമത്തിന്, ഭഗവാനേക്കാൾ ശക്തിയുണ്ട് ഭക്തന്. ഇക്കാര്യം തെളിയിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഹനുമാന്റെയും രാമൻ്റെയും ആ മനോഹരമായ കഥയൊന്ന് കേൾക്കാം. രാമനും രാമദാസനായ ഹനുമാനും തമ്മിൽ ആളറിയാതെ ഒരു ഏറ്റുമുട്ടൽ. അങ്ങനെ ഒരു നാടകത്തിന് കളമൊരുക്കിയതാരാണെന്നോ? നാരദമുനി. രാവണവധാനന്തരം അയോധ്യയിലെത്തി രാജ്യഭരണം ഏറ്റെടുത്ത രാമൻ ജനക്ഷേമത്തിനു വേണ്ടി ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ നഗരത്തിൽ നിന്ന് മാറി വനത്തിൽ വെച്ചായിരുന്നു ഈ യജ്ഞം. വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അത്രി തുടങ്ങിയവരാണ് ആചാര്യന്മാർ. ശകുന്തൻ എന്ന അംഗരാജാവ് ഒരു ദിവസം നായാട്ട് കഴിഞ്ഞ് മടങ്ങിയത് യജ്ഞശാലയ്ക്ക് മുന്നിലൂടെ ആയിരുന്നു. അശുദ്ധിയുള്ള ഒരവസ്ഥയിൽ യജ്ഞശാലയിൽ പോകുന്നത് ശരിയല്ല. എങ്കിലും തൻ്റെ ആദരവ് അറിയിച്ചേക്കാമെന്ന് കരുതി അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, യജ്ഞപുരോഹിതനായ വസിഷ്ഠർക്കും മറ്റു മുനിമാർക്കും എൻ്റെ വന്ദനം. അത്രയും പറഞ്ഞ് ശകുന്തൻ പോവുകയും ചെയ്തു. ശാലയിലുണ്ടായിരുന്ന നാരദ മഹർഷി അത് ശ്രദ്ധിച്ചു. ഒരു വേലത്തരം അഥവാ സത്യപരീക്ഷ ആകാമല്ലോ എന്ന സന്തോഷം മനസ്സിലൊതുക്കി അദ്ദേഹം വിശ്വാമിത്രനെ സ്വകാര്യമായി വിളിച്ചു കുശുകുശുത്തു. കണ്ടില്ലേ മഹർഷേ, ആ ശകുന്തൻ്റെ ഒരു അഹങ്കാരം. വസിഷ്ഠനെ മാത്രമേ പേരെടുത്ത് പറഞ്ഞുള്ളൂ. താങ്കളെ ചെറുതാക്കാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ്. പെട്ടെന്ന് ചൂടാകുന്നതാണ് വിശ്വാമിത്രൻ്റെ പ്രകൃതം. ശകുന്തനെ ശപിക്കാൻ അദ്ദേഹം വായ തുറന്നപ്പോഴേക്കും നാരദൻ പറഞ്ഞു, അരുത് മഹർഷേ, അയാളെ ശപിക്കരുത്. അങ്ങയുടെ തപശക്തി ചുമ്മാ നഷ്ടപ്പെടുത്തുന്നതെന്തിന്? ശ്രീരാമനോട് പറയുകയാണ് ഭംഗി. ചക്രവർത്തിയല്ലേ ഇപ്പോൾ, അംഗരാജാവിനെ അദ്ദേഹം ശിക്ഷിക്കട്ടെ. അപ്പോൾ വിശ്വാമിത്രന് അത് സമ്മതമായി. അദ്ദേഹം ഉടനെ രാമനെ സമീപിച്ച് ചോദിച്ചു, അങ്ങയുടെ ഗുരുവിനെ ആരെങ്കിലും നിന്ദിച്ചുവെന്നിരിക്കട്ടെ രാമ, എന്ത് ശിക്ഷയാണ് അയാൾക്ക് അങ്ങ് കൽപ്പിക്കുക? അപ്പോൾ രാമൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി ഗുരു? ആരെങ്കിലും അങ്ങയെ നിന്ദിച്ചുവോ? അത് ആരാകിലും ശരി, എന്ത് ശിക്ഷ നൽകണമെന്ന് അങ്ങ് തന്നെ പറഞ്ഞാൽ മതി, ഞാൻ നടപ്പാക്കുന്നതാണ്. ശകുന്തൻ എന്ന അങ്ങയുടെ സാമന്ത രാജാവാണ് എന്നെ അവഗണിച്ചത്. അയാളുടെ തല എൻ്റെ കാൽക്കൽ സമർപ്പിച്ചിരിക്കണം. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ. മറുത്തൊരു വാക്കും ശ്രീരാമൻ ഉരിയാടിയില്ല. വില്ലും ആവനാഴിയും എടുത്ത് കുതിരപ്പുറത്ത് കയറി ശകുന്തൻ്റെ രാജ്യം ആക്രമിക്കാൻ പുറപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ യജ്ഞശാലയിൽ നിന്ന് നാരദൻ നേരെ ശകുന്തൻ്റെ അടുക്കലെത്തി വിവരം പറഞ്ഞിരുന്നു. ഒപ്പം ഒരു ഉപദേശവും നൽകി. അങ്ങ് അടുത്തുള്ള വനത്തിലെ അഞ്ജനാദേവിയെ ചെന്ന് കണ്ട് അഭയം അപേക്ഷിക്കൂ. തന്നെ കൊല്ലാൻ ഒരു രാജാവ് വരുന്നുണ്ടെന്ന് മാത്രമേ ആദ്യം പറയാവൂ. ശകുന്തൻ ഉടനെ വനത്തിലെത്തി അഞ്ജനാദേവിയെ കണ്ടു. അഭയം കൊടുക്കാമെന്ന് സമ്മതിച്ച ശേഷമാണ് തൻ്റെ തലയെറുക്കാൻ വരുന്നത് ശ്രീരാമനാണെന്ന വസ്തുത വെളിപ്പെടുത്തുന്നത്. അത് കേൾക്കേണ്ട താമസം അഞ്ജന തളർന്നു വീണുപോയി. ഈ പ്രതിസന്ധിയിൽ താൻ ആരോട് പറയും? അവർ ഉടനെ സ്വപുത്രനെ സ്മരിച്ചു വരുത്തി വിവരങ്ങൾ പറഞ്ഞു. ഹനുമാൻ ഒരു നിമിഷം ധ്യാനത്തിലായിരുന്നു. അമ്മയുടെ സത്യം പാലിക്കാൻ ശകുന്തനെ രക്ഷിച്ചേ പറ്റൂ തനിക്ക്. അതിന് പക്ഷേ ശ്രീരാമനോട് യുദ്ധം ചെയ്യുന്നതെങ്ങനെ? ഗുരുവിന് കൊടുത്ത സത്യം പാലിക്കാനാണല്ലോ രാമൻ വരുന്നത്. തൻ്റെ ആരാധനാമൂർത്തിയാണ് ശ്രീരാമചന്ദ്രൻ. ഇന്ന് വരെ സത്യപാലനത്തിന് അദ്ദേഹത്തെ സഹായിച്ചിട്ടേയുള്ളൂ. രാമൻ്റെ സത്യം എൻ്റെയും സത്യമാണ്. എങ്ങനെയാണ് എതിർക്കുന്നത്? ധർമ്മസങ്കടത്തിലകപ്പെട്ട ഹനുമാൻ രാമനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു തീരുമാനമെടുത്തു. ശകുന്തനെ വിളിച്ചു വരുത്തി ഒരിടത്തിരുത്തി തൻ്റെ വാലുകൊണ്ട് വട്ടത്തിൽ ഒരു കോട്ട പണിതു. അതിന് മുകളിൽ കയറിയിരുന്ന് ഹനുമാൻ രാമമന്ത്രജപത്തിൽ മുഴുകി കണ്ണുകളടച്ചു. അപ്പോൾ ഈ ശകുന്തൻ രാജ്യത്തിൽ നിന്ന് വനത്തിലേക്ക് ഒളിച്ചോടിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ അങ്ങോട്ടേക്ക് കുതിരയെ പായിച്ചു. അധികമൊന്നും സമയം കളയാനില്ല. ശകുന്തൻ്റെ ഒളിസങ്കേതം തേടിപ്പിടിച്ച് അയാളെ തൻ്റെ മുന്നിലെത്തിക്കാവുന്ന അനേകം ശരങ്ങൾ രാമൻ തൊടുത്തുവിട്ടു. പക്ഷേ അത്ഭുതം, അല്പസമയത്തിനുള്ളിൽ ആ ബാണങ്ങൾ തിരികെ രാമൻ്റെ കാൽക്കൽ വന്ന് വീഴുകയാണുണ്ടായത്. വീണ്ടും ദിവ്യാസ്ത്രങ്ങൾ, ദിവ്യമന്ത്രങ്ങളോടെ രാമൻ അയച്ചു. അവയും തിരികെ വന്നു രാമപാദങ്ങളിൽ നമിക്കുകയായിരുന്നു. ഇതെന്തു കഥ? രാമബാണങ്ങൾ ഒരിക്കലും ലക്ഷ്യം നിറവേറ്റാതെ വന്നിട്ടില്ലല്ലോ എന്ന ചിന്തയോടെ അടുത്ത നിമിഷത്തിൽ ശോഭിക്കാനിരുന്ന രാമൻ്റെ അടുക്കൽ നാരദൻ എത്തിച്ചേർന്നു. സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വേണ്ട ശ്രീരാമചന്ദ്ര, ക്ഷോഭിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങയുടെ ഞാണൊലിയും ആരവങ്ങളും നിൽക്കട്ടെ.
അപ്പോൾ ശാന്തനായി കണ്ണുകളടച്ച് ശ്രദ്ധിച്ചാൽ അറിയാം എന്താണ് അതിൻ്റെ കാരണമെന്ന്. രാമൻ അതനുസരിച്ച് പൂർണ്ണമായ ആ നിശബ്ദതയിൽ 2 മധുരാക്ഷരങ്ങൾ ഏകീഭവിച്ച് സാന്ദ്രമായ മുഴക്കം മാത്രം, രാമ രാമ രാമ. അത് തൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ ഹനുമാന്റെ ശബ്ദമാണല്ലോ. വേറെ ആർക്കാണ് ഹൃദയം നിറഞ്ഞ സംഗീതധാരയായി രാമനാമം ഉരുവിടാൻ കഴിയുക? എന്നാൽ അതിനോട് ചേർന്ന് മറ്റൊരു സ്വരം കൂടി കേൾക്കുന്നുവല്ലോ. അത് ആരുടേതാണ്? കേട്ടില്ലേ പ്രഭു, താഴെ അങ്ങ് തേടുന്ന ശകുന്തനും അയാളെ വാലുകൊണ്ടുള്ള കോട്ടയിൽ സംരക്ഷിച്ച് മുകളിൽ ഇരുന്നു കൊണ്ട് ഹനുമാനും രാമമന്ത്രം ജപിക്കുകയാണ്. ഹനുമാന്റെ ജപം നിർത്തിയാലേ അങ്ങയുടെ ബാണങ്ങൾ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. ജപം നിർത്തണമെങ്കിലോ ഹനുമാനെ കൊല്ലണം. അതും അങ്ങയ്ക്ക് സാധ്യമല്ല. കാരണം അങ്ങയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഹനുമാൻ. അഥവാ അങ്ങ് തന്നെയാണ് ഹനുമാൻ. നിർമ്മലനായ ഭക്തൻ തന്നെ ഭഗവാൻ. അപ്പോൾ ഒന്നും വേണ്ട രാമചന്ദ്ര, ശകുന്തനെ വെറുതെ വിട്ടേക്കൂ. വിവരങ്ങൾ അറിഞ്ഞ് ഓടിയെത്തിയ വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞു, ഞാൻ അഹങ്കാരം കൊണ്ട് ആവശ്യപ്പെട്ടു പോയതാണ്. അങ്ങയെ വിളിച്ചാൽ എല്ലാ ദൈവങ്ങളെയും വിളിച്ചതിന് തുല്യമാണ്. അങ്ങയുടെ കുലഗുരുവായ വസിഷ്ഠനെ നമിച്ചാൽ എല്ലാ ഗുരുക്കന്മാരെയും നമിച്ചതിന് തുല്യമാണ്. ആ നിലയ്ക്ക് ശകുന്തൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അയാളെ ശിക്ഷിക്കേണ്ട കാര്യമില്ല. എന്നോട് ക്ഷമിക്കൂ. എങ്കിലും മഹർഷേ, ഞാൻ അങ്ങയോട് ചെയ്ത സത്യം പാലിക്കേണ്ടതല്ലേ? അതിനാൽ ശ്രീരാമൻ പകുതി ഇങ്ങനെ പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് നാരദൻ പുഞ്ചിരിയോടെ ഇടപെട്ടു. ഒരു കാര്യം ചെയ്യാം. സത്യമൂർത്തിയാണല്ലോ ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുസരണം ഹനുമാന്റെ കോട്ടയിൽ നിന്ന് പുറത്തു വരുന്ന ശകുന്തൻ വിശ്വാമിത്ര പാദങ്ങളിൽ തല ചേർത്ത് നമസ്കരിക്കട്ടെ. അപ്പോൾ മഹർഷിയുടെ പാദങ്ങളിൽ ശകുന്തൻ്റെ തല സമർപ്പിക്കപ്പെട്ടു എന്ന സത്യം നിറവേറുമല്ലോ. അങ്ങനെ ശകുന്തൻ പുറത്തു വന്നു വിശ്വാമിത്ര പാദങ്ങളിൽ നമസ്കരിച്ചു. പിന്നെ ശ്രീരാമ പാദങ്ങളിലും നാരദ ഹനുമത് പാദങ്ങളിലും നമസ്കരിച്ചു. സകലരുടെയും സത്യം പാലിക്കപ്പെട്ടു. രാമനേക്കാളുണ്ട് രാമനാമ മഹിമയെന്ന് വാഴ്ത്തും വിധം അപ്പോഴും ഹനുമാൻ ഭക്തിസാന്ദ്രമായി ജപിച്ചുകൊണ്ടിരുന്നു. ശ്രീരാം ജയ രാം ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ രാം. അപ്പോൾ ഭഗവാനേക്കാൾ ശക്തിയുണ്ട് ഭക്തന് എന്നാണ് ഈ കഥയുടെ സാരാംശം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ രാമായണ മാസം കഴിയാറായി. കുട്ടികൾക്കെല്ലാം കഥ പറഞ്ഞു കൊടുക്കുക. ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.